US സുരക്ഷയ്ക്ക് വെല്ലുവിളി ഉയർത്തി അപ്രതീക്ഷിത നീക്കങ്ങൾ നടത്തുകയാണ് ചൈന. ചരക്കു കപ്പലുകളെ യുദ്ധക്കപ്പലുകളാക്കി മാറ്റി പുതിയ പ്രതിരോധ കവചം തീർക്കുകയാണ് ചൈന എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ചരക്കു കപ്പലുകളെ പോലെയുള്ള യുദ്ധക്കപ്പൽ നിർമ്മിച്ച് ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് ചൈന. ഷാങ്ഹായിലെ ഹുഡോങ് ഹോങ്ഹുവ കപ്പൽശാലയിൽ നങ്കൂരമിട്ടിരിക്കുന്ന ഷോങ്ഡ 79 എന്ന ചരക്കു കപ്പലാണ് ലോകത്തെ അസ്വസ്ഥപ്പെടുത്തുന്നത്. കപ്പലിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ വലിയ തോതിലുള്ള ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. സാധാരണഗതിയിൽ ചരക്കു നീക്കത്തിന് ഉപയോഗിക്കുന്ന 97 മീറ്റർ നീളമുള്ള കണ്ടെയ്നർ കപ്പലിനെയാണ് ചൈന യുദ്ധക്കപ്പലാക്കി രൂപാന്തരപ്പെടുത്തിയതെന്നാണ് വിവരങ്ങൾ. ഇതിൽ അത്യാധുനിക ഡ്രോണുകൾ വിക്ഷേപിക്കാൻ സാധിക്കുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് കാറ്റപ്പൾട്ട് ഘടിപ്പിച്ചിരിക്കുന്നതിന്റെ ചിത്രങ്ങളാണ് പുറത്തു വന്നത്. മാത്രമല്ല കണ്ടെയ്നറുകൾക്കുള്ളിൽ ഒളിപ്പിക്കാവുന്ന മിസൈൽ ലോഞ്ചറുകളും ഇതിലുണ്ട്. ഈ ചരക്കു കപ്പലിൽ യുദ്ധക്കപ്പലുകൾക്ക് സമാനമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ടതാണ് ഡ്രോണുകളെയും യുദ്ധവിമാനങ്ങളെയും വിക്ഷേപിക്കാനുള്ള മോഡുലാർ കാറ്റപ്പൾട്ട് സംവിധാനവും മിസൈലുകൾ വിക്ഷേപിക്കാൻ കഴിയുന്ന വെർട്ടിക്കൽ ലോഞ്ച് മിസൈൽ സെല്ലുകളും. കപ്പലിൽ വിക്ഷേപണത്തിന് തയ്യാറായി നിൽക്കുന്ന തരത്തിലുള്ള സ്റ്റെൽത്ത് ഡ്രോണുകളുടെ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഒരു സാധാരണ കണ്ടെയ്നർ കപ്പലിനെ യുദ്ധക്കളത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ആഴ്സണൽ ഷിപ്പാക്കി മാറ്റാൻ ചൈനയ്ക്ക് സാധിക്കുമെന്ന് തെളിയിക്കുന്നതാണ് ഈ ചിത്രങ്ങൾ. നിലവിൽ 370-ലധികം യുദ്ധക്കപ്പലുകളുമായി ചൈനീസ് നാവികസേന ലോകത്തിലെ ഏറ്റവും വലിയ നാവികസേനയായി മാറിയിട്ടുണ്ട്. അമേരിക്കയുടെ പക്കൽ 290 സൈനിക കപ്പലുകൾ മാത്രമാണ് ഉള്ളതെങ്കിലും സാങ്കേതികമായി അവർക്ക് മേൽക്കൈ ഉണ്ടായിരുന്നു. എന്നാൽ ചൈനയുടെ ഈ പുതിയ നീക്കങ്ങൾ ആ മേൽക്കൈ ഇല്ലാതാക്കുകയാണ്. യുഎസുമായി നേരിട്ട് ഏറ്റുമുട്ടേണ്ട സാഹചര്യം ഉണ്ടായാൽ ഏത് ചരക്ക് കപ്പലിനെയും വളരെ പെട്ടെന്ന് യുദ്ധക്കളത്തിലേക്ക് ഉപയോഗിക്കാനായി അയക്കാൻ കഴിയുമെന്ന സംവിധാനമാണ് ചൈന ഒരുക്കിയിരിക്കുന്നത്. ചൈനയുടെ പക്കൽ 4000-ലധികം ചരക്കു കപ്പലുകളാണ് ഉള്ളത്. ഇവയെ യുദ്ധക്കപ്പലാക്കി മാറ്റാൻ ചൈനയ്ക്ക് സാധിക്കുമെന്ന് വന്നാൽ അത് വലിയ സുരക്ഷാ ഭീഷണിയാണ് ഉയർത്തുന്നത്. വാണിജ്യ കപ്പലുകളെ സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് ശത്രു രാജ്യങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കാൻ സഹായിക്കും. കൂടാതെ ഇത്തരം കപ്പലുകളിൽ നിന്ന് വിക്ഷേപിക്കുന്ന ഡ്രോണുകൾക്ക് ഒരേ സമയം വലിയ കൂട്ടമായി ആക്രമണം നടത്തി ഏത് പ്രതിരോധത്തെയും തകർക്കാൻ സാധിക്കുമെന്നുള്ളതാണ് പ്രതിസന്ധി ഉണ്ടാക്കുക. ഇവയെ പ്രതിരോധിക്കുന്നതിനിടെ ചൈനീസ് യുദ്ധക്കപ്പലുകൾക്ക് അനായാസം എതിരാളികളുടെ സമുദ്രാതിർത്തിയെ മറികടന്ന് കയറാൻ സാധിക്കുമെന്നാണ് ആശങ്കയുണ്ടാക്കുന്നത്. ഇവ വെറും കൺസെപ്റ്റ് മാതൃകയാവണമെന്ന വാദവും ഉയരുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു പ്രോട്ടോ ടൈപ്പ് ആകാനും മതി. എന്നിരുന്നാലും ചരക്കു കപ്പലിനെ യുദ്ധക്കപ്പലാക്കി മാറ്റാനുള്ള ആശയം തന്നെ മറ്റു രാജ്യങ്ങളെ ആശങ്കപ്പെടുത്തുന്നതാണ്. സൗത്ത് ചൈന കടൽ മുതൽ ലാറ്റിൻ അമേരിക്കൻ വരെ ചൈനീസ് കമ്പനികൾക്ക് നിയന്ത്രണമുള്ള തുറമുഖങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടങ്ങളിൽ എത്തുന്ന കപ്പലുകൾ ചരക്കു കപ്പലാണോ അതോ യുദ്ധക്കപ്പലാണോ എന്ന് തിരിച്ചറിയുക പ്രയാസമാകും. യുഎസിനെ സംബന്ധിച്ചിടത്തോളം വലിയ സുരക്ഷാ വെല്ലുവിളിയായാണ് ഇതിനെ കണക്കാക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.